ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ അപർണ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ ഒരു നന്ദി പറയാം കേട്ടോ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. സാധാരണ ശനിയാഴ്ചയോ ഞായറാഴ്ചയാണ് ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് വരുന്നത് കുറച്ച് ആളായിട്ട്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു തിങ്കളാഴ്ച ഒരു സാധാരണ ഒരു വീക്ക് ഡേയിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം. തലേന്ന് ഞായറാഴ്ച ആണെങ്കിൽ കുറേ സാധനം വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം വാങ്ങിച്ച് എല്ലാം അടുക്കി ഫ്രിഡ്ജെല്ലാം വൃത്തിയാക്കി അങ്ങനെ കുറേ സമയം പോയ രാത്രി. അപ്പം ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതെല്ലാം അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പം അതുകൊണ്ട് രാവിലെ എണ്ണിട്ട് ആദ്യം തന്നെ എല്ലാ തിണ്ണെല്ലാം ഒന്ന് വൃത്തിയാക്കുമായിരുന്നേ. രാവിലെ എണ്ണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയുണ്ട്. അപ്പം പണ്ടത്തെ പോലെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അത്ര തണുപ്പ് ഇവിടെ അത്ര വന്നിട്ടില്ല കേട്ടോ. എല്ലായിടത്തും സ്നോ ഒക്കെ വളരെ കുറവാണെന്നാണ് കേട്ടത്. പൊതുവേ എന്താണെന്നറിയത്തില്ല, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭയങ്കര തണുപ്പ് കുറവായി ഇത്തവണ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടുത്തെ കിച്ചൻ്റെ അവിടെ ആണെങ്കിൽ ജനലൊന്നും ഇല്ല കേട്ടോ. ഒരു സൈഡിൽ മാത്രമേ ജനലുള്ളൂ. അത് നമ്മുടെ ലിവിങ് റൂമിൻ്റെ അവിടെ. അപ്പം ഈ അടുക്കളയിൽ ഫുൾ ലൈറ്റ് ഇട്ടാൽ അത്രയും നമുക്ക് വെട്ടം കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ രാവിലെ എല്ലാ ലൈറ്റും ഇടും കേട്ടോ. അല്ലെങ്കിൽ ഒരുമാതിരി ഇരുണ്ടിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇന്ന് രാവിലെ ഞാൻ പുട്ടാക്കാന്ന് വെച്ചു കേട്ടോ. ഉച്ചയ്ക്ക് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ രാവിലെ ഭയങ്കര എന്തെങ്കിലും സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് മതിയെന്ന് വിചാരിച്ചിട്ടാണ് പുട്ടാക്കിയത്. അപ്പം ഞാൻ കഴിഞ്ഞിടയ്ക്ക് പോയപ്പോൾ മൾട്ടിഗ്രെയിൻ്റെ പുട്ടുപൊടി വാങ്ങിയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കുവാണ്. അത് നമ്മൾ സാധാരണ പുട്ടുപൊടി കുഴയ്ക്കുന്ന പോലെ കുഴച്ചാൽ അത് ശരിയാവത്തില്ല കേട്ടോ. അതിലധികം വെള്ളം ഒഴിക്കാതെ വേണം അത് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ അതൊരുമാതിരി ഭയങ്കരമായിട്ട് പൊടിഞ്ഞ് ഒരുമാതിരി ആവും, ഷേപ്പ് വരത്തേ ഇല്ല കേട്ടോ. അപ്പോൾ പക്ഷേങ്കിൽ ഇച്ചിരി കട്ടിയായിരിക്കും. സാധാരണ പുട്ടിനെക്കാട്ടിലും കുറച്ചുകൂടെ കട്ടിയായിരിക്കും അത്. പക്ഷെ ടേസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതെ കുറച്ച് ഉണ്ടാക്കി ആ ഷേപ്പ് ഒന്ന് പിടിക്കുമ്പോൾ ഷേപ്പ് വന്നാൽ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടും കേട്ടോ. അപ്പം എനിക്ക് മാത്രം അതുണ്ടാക്കുവാണ്. പിന്നെ മോക്കും ഹസ്ബൻഡിനും സാധാരണ പുട്ടാണ് ഉണ്ടാക്കുന്നത്. പാത്രം ഉണക്കാൻ വെച്ച ആ ഒരു മാറ്റില്ല, അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. അത് ഐക്യയിൽ പോയപ്പോൾ വാങ്ങിയാണ്. അതാണെങ്കിൽ മിക്കവാറും എൻ്റെ ഫുള്ളായിരിക്കും ഈ ഡിഷ് വാഷർ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ എനിക്ക് അതിനകത്ത് വെക്കാനായിട്ട് നല്ല സൗകര്യമാണ്. പക്ഷെ ഒരുപാട് വെക്കാൻ പറ്റത്തില്ല. ഒരു 2-3 പാത്രം അതിനകത്ത് ഉണക്കാൻ വെക്കാൻ പറ്റും. രാവിലെ എണീറ്റിട്ട് ഈ ബാക്കി ഉണങ്ങിയിട്ടുള്ള പാത്രം എല്ലാം എടുത്ത് വെക്കുന്നത് ഭയങ്കര ഒരു പണിയാണ്. അത് കുറേ സമയം എടുക്കും. അവിടെ ഇവിടെ എല്ലാം ആക്കി വെക്കും. ഇത് ചെറിയ കിച്ചണും ആണ്. അപ്പം ഒരുപാട് ഓർഗനൈസ് ചെയ്യാനുള്ള ഇതില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാം എടുത്ത് അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒതുക്കി വെച്ചില്ലെങ്കിൽ പിന്നെ എല്ലാം നിരന്ന് കിടക്കുകയും ചെയ്യും. ഞാൻ കുക്കറിലാണ് നമ്മുടെ പുട്ടുണ്ടാക്കുന്നത്. അപ്പം ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു ഇതുപോലെ. ഞാനാണെങ്കിൽ ഏത്തപ്പഴമാണെങ്കിൽ ആ കുക്കറിനകത്ത് വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യല്ല, ഇതുപോലെ നമ്മൾ ആവിയിൽ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം വെക്കുന്നത്. അതാകുമ്പോൾ അതിനകത്ത് ആവി കയറുമല്ലോ, അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. ഇവിടെ ഏത്തപ്പഴം അങ്ങനെ കിട്ടത്തില്ല കേട്ടോ. നമ്മൾ കോസ്കോയിൽ നിന്ന് മറ്റേ പച്ചപ്പഴമില്ലേ, അത് വാങ്ങിയിട്ട് ഓവനകത്തൊക്കെ വെച്ച് പഴുപ്പിച്ചൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ വല്ലപ്പോഴേ വാങ്ങിക്കാറുള്ളൂ. ചിലപ്പോൾ ശരിയാകത്തേ ഇല്ല കേട്ടോ. ചിലപ്പോൾ ഒരുമാതിരി പകുതി പഴുക്കാതെ ആയിരിക്കും. ചിലപ്പം കറക്റ്റായിട്ട് പഴുത്തും അങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത്. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഈ ഇതുപോലെ പുട്ട് അതുപോലെ തന്നെ ഉപ്പുമാവിൻ്റെ കൂടെ മാത്രമേ പഴം കഴിക്കത്തുള്ളൂ. ഞാനും മോളും ഞാനാണ് മെയിനായിട്ട് കഴിക്കുന്നത്. മോള് ഇതുപോലെ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഇതുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ചിലവാക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഏത്തയ്ക്ക അപ്പം നമ്മളുണ്ടാക്കും. അത് ഇഷ്ടം എല്ലാവർക്കും. നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡ് എന്തുണ്ടാക്കിയാലും തേങ്ങ മസ്റ്റാണല്ലോ. പക്ഷേങ്കിൽ ഇവിടെ നല്ല തേങ്ങ കിട്ടാൻ നല്ല പാടാണ്. ഒരുപാട് തവണ തേങ്ങ വാങ്ങിയിട്ട് അതെല്ലാം അഴുക്കായിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങ, ചിരകിയ തേങ്ങയാണ് വാങ്ങിക്കുന്നത്. അതിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് ഇന്ത്യൻ സ്റ്റോറിൽ എപ്പോഴും കാണും. അപ്പോൾ അതാണ് വാങ്ങിക്കാറുള്ളത് കേട്ടോ.
ഈ ഒരു ബ്രാൻഡാണ് മിക്കവാറും വാങ്ങിക്കുന്നത്. എന്നാൽ നല്ലതാ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആണെങ്കിൽ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബീഫിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ഇടുന്ന കറിയാണെങ്കിൽ തേങ്ങാക്കൊത്ത് കിട്ടത്തില്ല. തേങ്ങാക്കൊത്തായിട്ട് വേണേൽ നമ്മൾ വേറെ വാങ്ങിക്കേണ്ടി വരും, അതിൻ്റെ റേറ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളങ്ങ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. അല്ലാതെ ഇത് എളുപ്പമാണ് എടുക്കാൻ, ജസ്റ്റ് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ. ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വെച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊഞ്ച് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് എടുത്ത് വെളിയിൽ വെച്ചേക്കുവാണ്. പക്ഷെ കുറച്ച് നേരത്തെ എടുത്ത് വെക്കേണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയി. ഒന്നെങ്കിൽ ലേറ്റ് ആകുവാണെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിലിട്ട് അങ്ങനെ ഒന്ന് തണുപ്പ് മാറ്റുക ചെയ്യുന്നത്, ഇല്ലെങ്കിൽ വെളിയിൽ അങ്ങ് വെറുതെ വെച്ചാൽ മതി, അത് തണുപ്പ് മാറിക്കോളും. എന്നിട്ട് ഇനിയിപ്പോൾ ഉള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുന്ന കുറച്ച് പണിയുണ്ട്. കട്ടിങ്ങിന് കുറച്ച് സമയം എനിക്കെടുക്കും. എനിക്ക് അധികം ഇഷ്ടമില്ലാത്തൊരു പണിയും കട്ടിങ്ങാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ എന്താ പറയുക, ഭയങ്കര പിശുക്കിയാണ് എല്ലാം ചെയ്യുന്നത്. എനിക്ക് കട്ടിങ് അത്ര ഇഷ്ടമില്ല. അപ്പോഴത്തേക്ക് പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം കഴിച്ചിട്ട് ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഒക്കെ റെഡി ആക്കത്തുള്ളൂ. എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ വിളിച്ച് അതെല്ലാം കഴിഞ്ഞ് ഒരു 10-11:30 കഴിഞ്ഞിട്ടേ ഞാൻ റെഡി ആക്കത്തുള്ളൂ. ഇപ്പോഴാണ് ഞാൻ രാവിലത്തെ വെള്ളം കുടിക്കുന്നത്, ജീരകം ഇട്ട വെള്ളം. സാധാരണ എണീക്കുമ്പോൾ തന്നെ ആണെങ്കിൽ ഇതുപോലെ TV ഒക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതങ്ങ് വിട്ടുപോയി. അപ്പോഴത്തേക്ക് മോള് എല്ലാം എണ്ണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ദേവ് രാവിലെ എണ്ണീറ്റ് പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ വെള്ളം കൊടുക്കും. വെള്ളം എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ കഴിക്കാൻ കൊടുക്കത്തുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു കിച്ചൺ സ്ലാബിൻ്റെ മേളിൽ കയറുക. എനിക്കാണെങ്കിൽ നല്ല പേടിയാണ്, കാരണം സൈഡിലോട്ട് വീണ് കഴിഞ്ഞാലോ എന്നുള്ള പേടിയാണ്. അപ്പോൾ എപ്പോഴും ഞാൻ അതിങ്ങനെ അവളെ എടുത്ത് വെളിയിലിറക്കും, പിന്നെ അവൾ വീണ്ടും കയറും. നേരത്തെ ഈ ബ്ലാക്ക് കസര അവൾക്ക് കയറാനേ പറ്റത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പം എല്ലാത്തിലും ഈസി ആയിട്ട് കയറാൻ പറ്റുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഫുഡൊക്കെ കൊടുക്കുവാണേ. ദേവിനെ വെള്ള ഫുഡ് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഇത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കൊടുക്കുവാണ്. ഈ മൾട്ടിഗ്രെയിൻ്റെ പുട്ടില്ലേ, അതവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതും നല്ലതായിരുന്നു, പക്ഷെ ഇച്ചിരി കട്ടിയാണ്, മറ്റേതിൻ്റെ അത്ര സോഫ്റ്റ് ആയിരിക്കത്തില്ല ഇത്. പക്ഷെ എങ്കിൽ ഇഷ്ടപ്പെട്ട് കുറച്ച് കഴിച്ചു. ഞാൻ എല്ലാം ഇങ്ങനെ ഉരുട്ടി ഇട്ട് വെച്ച് കൊടുത്താൽ അതങ്ങ് കഴിച്ചോളും, കുഴപ്പമൊന്നും. ഇഷ്ടപ്പെട്ടയാണെങ്കിൽ പെട്ടെന്ന് കഴിക്കും, ഇഷ്ടമില്ലെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ട് കഴിക്കത്തുള്ളൂ. ഇവിടെ ആണ് മോക്ക് വൈറ്റമിൻ ഡിൻ്റെ ഒന്നും നമ്മൾ സിറപ്പോ അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം ഇവിടെ അവൾക്ക് വേണ്ടി വേറെ വൈറ്റമിൻ ഡിയുടെ ഒരു പാല് വാങ്ങിയിട്ടുണ്ട്, അപ്പം അതാണ് കൊടുക്കുന്നത്. ഞങ്ങൾ സാധാരണ അല്ലാത്ത പാലും അവൾക്ക് ആ പാലും കൊടുക്കുവേ. അപ്പം അവളത് കുടിച്ചോളും, അവൾക്കത് ഇഷ്ടം. രാവിലെയും രാത്രിയിലും കൊടുക്കും, അപ്പം കിടക്കുന്നതിന് മുന്നേ. പിന്നെ ഇപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടും പാൽ കൊടുക്കും. അപ്പം അവളത് കഴിച്ചോളും. അത് ആ സമയം കൊണ്ട് ഞാനും ചായയൊക്കെ ഇട്ട് ഞാൻ ചായ കുടിച്ചിട്ട് പിന്നാണ്, ചായയല്ല കാപ്പി കുടിച്ചിട്ടാണ് പിന്നെ പുട്ടൊക്കെ കഴിച്ചത്. എന്നിട്ട് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തു കേട്ടോ. അപ്പോൾ റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോൺസ് ബിരിയാണി സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിനാദ്യം ചെയ്യുന്നത് നമ്മൾ വെച്ചിരുന്ന ആ ഒരു പ്രോൺസില്ലേ തണുക്കാൻ വെച്ചത്, അതൊന്ന് മാരിനേറ്റ് ചെയ്യുവാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട്. അപ്പോൾ മാരിനേറ്റ് ചെയ്തതിന് മുന്നേ ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തായിരുന്നേ. ഓൾറെഡി ക്ലീൻ ചെയ്ത കൊഞ്ചായിരുന്നേ. നമുക്കിപ്പോൾ കോസ്കോയിൽ ഇങ്ങനത്തെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ആ കറുത്ത സാധനം ഒന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ക്ലീൻ ആയിട്ടാണ് വരുന്നത്. അതൊന്ന് 15 മിനിറ്റെങ്കിലും മിനിമം ഒന്ന് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണേ. ഏത് ബിരിയാണിക്കും ഭയങ്കര ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സവാള വറുത്തെടുക്കുന്നതാണ്. അതെന്തായാലും സ്കിപ്പ് ചെയ്യല്ലേ. അത് വറുത്തെടുത്ത് നല്ല തിന്നായിട്ട് അരിഞ്ഞിട്ട് വറുത്തെടുക്കണേ. അപ്പം ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കുന്നത്. അപ്പം എന്നിട്ട് വറുത്തെടുത്തിട്ട് ആ സവാള കഴിഞ്ഞിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ അതേ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഇതിപ്പം ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും. അപ്പം അവസാനത്തെ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഓണാക്കേണ്ട കാര്യമേ ഉണ്ടാവില്ല. നല്ല ചൂടിൽ തന്നെ അതങ്ങ് വറുത്ത് വന്നോളൂ.
ഞാൻ കഴിഞ്ഞ ഇടയ്ക്കാണ് ഈ അരി ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടെയ്നർ വാങ്ങിച്ചത് വാൾമാർട്ടിൽ നിന്ന്. നല്ല സൗകര്യമാണ്, ഭയങ്കര ഒതുങ്ങിയിരിക്കും. ഇത് 10 കിലോ വരെ ഇതിനകത്ത് ഇട്ട് വെക്കാനും പറ്റും നമുക്ക്. അപ്പം ചാക്കിനകത്ത് വെക്കുന്നതിന് പകരം ഇതിനകത്ത് വെച്ചാൽ നമുക്ക് നല്ല സൗകര്യമായിരിക്കും. അപ്പം ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ ബസ്മതി റൈസിനൂടെ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട്. ഈ ബിരിയാണി ഞാൻ ബസ്മതി റൈസിലാണ് വെക്കുന്നത്. തലശ്ശേരി ടൈപ്പ് ആണെങ്കിൽ നമ്മൾ ജീര റൈസ് ആണ് നല്ലത്. അപ്പം ഞാനിത് നമ്മൾ ഈ ബസ്മതിയിലാണ് വെക്കുന്നത്. അതൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വാഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളം നിറച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഞാൻ വെക്കുന്നുള്ളേ. അപ്പോൾ ആ സമയം കൊണ്ട് എന്താ പറയുന്നത്, ഞാൻ ആ ഒരു കൊഞ്ചെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണേ. കൊഞ്ച് ഇപ്പം തന്നെ കുറച്ച് സമയം ആയല്ലോ വെച്ചിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കല്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. കാരണം നമ്മൾ ദമ്മിട്ടൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടെ അതൊന്ന് വേവ് കേട്ടോ. അപ്പം ആ സമയം കൊണ്ട് ബാക്കി എല്ലാ മുന്തിരി അതുപോലെ കശുവണ്ടി എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തേ. അപ്പോൾ ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലും ഞാൻ ഒഴിച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച്, എന്നിട്ട് അതിലോട്ടാണെങ്കിൽ ബേ ലീഫ്, പിന്നെ ഏലക്കായ, പിന്നെ കറുവാപ്പട്ട, പിന്നെ സ്റ്റാർ അനീസ് ഉണ്ടല്ലോ അത്, അതുപോലെ തന്നെ അടുത്തതായിട്ടാണെങ്കിൽ കുറച്ച് പെരുംജീരക പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇനി നമ്മുടെ അരി ഒന്ന് ഇടുവാണ്. അരി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. ഒരു 2 മിനിറ്റ് ജസ്റ്റ് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ആ വെള്ളം ഒന്ന് പോയാൽ മതിയേ. അത് വെള്ളം കളഞ്ഞിട്ടുള്ള അരിയാണ്, എന്നാൽ അതിനകത്ത് വെള്ളം കുറച്ച് കാണുമല്ലോ, അതൊന്ന് പോയാൽ മതി കേട്ടോ. നമ്മൾ കൊഞ്ച് വറുത്തില്ലേ, അതേ എണ്ണയിലോട്ട് കുറച്ച് നെയ്യോട് ഇട്ടിട്ട് നമ്മൾ സവാള വഴറ്റിയെടുക്കുകയാണ്. അതിന് കുറേ സമയം എടുക്കും കേട്ടോ. ഈ ഒരു സവാള നല്ലോണം വഴന്നതിനനുസരിച്ചായിരിക്കും ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിം അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം കുറേ സമയം എടുത്ത് വഴറ്റണേ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് വഴറ്റും. ആ സമയം കൊണ്ട് ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുമായിരുന്നു. നമ്മുടെ തക്കാളി, അതുപോലെ തന്നെ മല്ലിയില, പുതിനയില എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി അതും എല്ലാം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കും ആ ഒരു സമയത്ത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിന് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒരു 15-20 മിനിറ്റെങ്കിലും എടുക്കും ഈ സവാള എല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വരാനായിട്ട്. അരി വേവിക്കാനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. അപ്പം ഞാൻ 1.5 ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ. പിന്നെ നാരങ്ങായി ഇട്ടു, ഉപ്പ് ഇട്ടു, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനൊന്ന് അടച്ചു വെക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ അത് വേവും. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയേ. അപ്പോഴത്തേക്ക് എന്താ പറയുക, നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സവാളയും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തേക്കണേ. ഇതിനിടയ്ക്ക് ദേവുവിന് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്ത് കൊടുക്കുവാണ്. ഞാനാണെങ്കിൽ തൊലിയെല്ലാം പൊളിച്ചിട്ടാണ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ തൊലിയോടെ കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേങ്കിൽ നമുക്കറിയത്തില്ല തൊലിയിൽ ചിലപ്പോൾ വാക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൊലി കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് നല്ലോണം നമ്മുടെ അരിയില്ല നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഒരു 70-80% വെന്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാനത് മാറ്റി അങ്ങ് വെച്ചു കേട്ടോ. ആ സമയം കൊണ്ട് സവാള നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനാണ് മല്ലിയിലും പുതിനയിലും എല്ലാം ഒന്ന് നല്ലതായിട്ട് കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ പുതിനയില സാധാരണ വാങ്ങിക്കാറേ ഇല്ല കേട്ടോ, കാരണം യൂസ് ഇല്ലല്ലോ. ബിരിയാണിക്കൊക്കെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്തവണ ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ കുറച്ചേറെ വാങ്ങി കേട്ടോ, നമുക്ക് ബിരിയാണിക്ക് യൂസ് ചെയ്യാം. പിന്നെ ന്യൂ ഇയറിനാണെങ്കിൽ മോക്ടെയിൽ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനും യൂസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വാങ്ങി. അല്ലെങ്കിൽ പിന്നെ നാരങ്ങ വെള്ളത്തിലൊക്കെ അല്ലേ യൂസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി കട്ട് ചെയ്തെല്ലാം വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ആ വഴന്നു വന്നപ്പോഴത്തേക്ക് ആ ഒരു പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ. അപ്പോൾ അതിലോട്ട് ഞാനിനി ഈ തക്കാളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യുവാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഞാൻ നമ്മുടെ മുട്ട ഉണ്ടല്ലോ, ബിരിയാണി എന്ന് പറഞ്ഞാൽ തന്നെ മുട്ട മിക്കവാറും വേണമല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് മുട്ട കൂടെ ഞാനൊന്ന് വേവിച്ചെടുക്കാനായിട്ട് വെച്ചു കേട്ടോ. ആ സമയം കൊണ്ട് അത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നേ. ഒരു തക്കാളിയൊക്കെ ഉടഞ്ഞ് നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ പൊടി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയും
പിന്നെ അതുപോലെ ഗരം മസാലയും കുറച്ച് പെരിഞ്ജീരക പൊടിയാണ്. പെരിഞ്ജീരകം എന്താണെന്ന് വെച്ചാൽ ഈ കൊഞ്ചിനൊക്കെ പെരിഞ്ജീരകം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് അത് ചേർക്കുന്നത്. ഇനി അത് ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് തൈരൂടെ ചേർത്ത് പിന്നെ നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കും കേട്ടോ. ഇനി 2 മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ചിട്ട് കഴിഞ്ഞിട്ടേ നമ്മുടെ കൊഞ്ച് ആഡ് ചെയ്യാമേ. കൊഞ്ച് ആഡ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ വെച്ചാൽ മതി. ഓൾറെഡി കൊഞ്ച് വെന്ത ആയതുകൊണ്ട് അധികം വേവൊന്നും ഉണ്ടാകത്തില്ലേ. ഇനി ആ ഒരു സമയം കൊണ്ട് ആ കൊഞ്ച് ജസ്റ്റ് ഒന്ന് വേവുന്ന സമയം കൊണ്ട് ഞാൻ സാലഡിനൊന്ന് അരിഞ്ഞെടുക്കുമായിരുന്നേ. കുക്കുംബറും അതുപോലെ ക്യാരറ്റും പിന്നെ നമ്മുടെ സവാളയും പച്ചമുളകും മാത്രമേ ഉള്ളൂ. പിന്നെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് തൈരൂടെ ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു സാലഡ് റെഡിയാക്കിയേ. അപ്പോൾ ആ സമയം കൊണ്ട് കൊഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതിയാണെങ്കിൽ ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് ബാക്കി പകുതിയിലോട്ട് നമ്മുടെ അരി അത് ഇടുമായിരുന്നേ. എന്നിട്ട് അരി നിരത്തിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന കൊഞ്ചിൻ്റെ റോസ്റ്റ് കൂടെ അതിൻ്റെ മുകളിലിട്ടിട്ട് വീണ്ടും ഒരു അരിയുടെ തൂവിയിട്ട് പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിന്നെ മല്ലിയിലയും പുതിനയിലയും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കളറ് ഒക്കെ അതിൻ്റെ മുകളിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുങ്കുമപ്പൂവ് ആണെങ്കിൽ വെള്ളത്തിൽ ചാലിച്ചത് ആഡ് ചെയ്യാം. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ കുറച്ച് നെയ്യൂടെ തൂവിയിട്ട് അടച്ചു വെക്കുവാണ്. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെക്കുവേ. ഇനി അടി കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ താഴെ ഒരു അയണിൻ്റെ എന്തെങ്കിലും മറ്റേ ഇരുമ്പ് ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കാം കേട്ടോ. ഇവിടെ ഞാൻ സിമ്മിൽ വെച്ച് അധികം ചൂടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ബിരിയാണി റെഡി ആവുമേ. ഞാൻ പപ്പടം വറുത്തോണ്ടിരുന്നപ്പോൾ തന്നെ ഒരാൾ ഓടി വന്നു കേട്ടോ, ബിരിയാണി തുറക്കാൻ പോവാന്ന് മനസ്സിലായിട്ട്. അപ്പൊ എടുത്ത് തുറക്ക് ബിരിയാണി. അയ്യോ, അത് പറഞ്ഞ് തിന്നുവാണോ? ദേവുന് ബിരിയാണി കൊടുത്ത് അവൾ ആദ്യം തിന്ന് തീർക്കുന്ന മുട്ടയാണ്. അവൾക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. അത് ചുമ്മാ കൊടുത്താലും ഓംലെറ്റ് ആക്കിയാലും എങ്ങനെ കൊടുത്താലും അവൾ കഴിച്ചോളും. അപ്പം ആ ഒരു ബിരിയാണി തീരുന്നതിന് മുന്നേ തന്നെ അവൾ മുട്ട തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ള് തിന്നു കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയത്തില്ല, അത് സാധാരണ ഒരു 3/4 തിന്നാറുള്ളൂ, ഇത് ഫുള്ള് അന്ന് തിന്നായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പാത്രമെല്ലാം ഡിഷ് വാഷറിനകത്താണ് ഇട്ടത്. ഈ ഒരു ലിക്വിഡ് ഉണ്ട്, അത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടെ സെറ്റിങ്സ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് ഇട്ടാൽ മതി. നല്ലപോലെ ഇത് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ദേവുന് ഉറക്കമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു 3-3:30 കഴിഞ്ഞിട്ടാണ് അവൾ എണ്ണീറ്റത്. എന്നിട്ട് ഞങ്ങളൊന്ന് നടക്കാൻ പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഇങ്ങോട്ട് കിടക്കാം, ഇങ്ങോട്ട് കിടക്കാം. എവിടെ പോവാ? ഓ, ഇതാണോ അണ്ണാൻ തിന്നുന്നത്? കാണിക്ക് നോക്കട്ടമ്മ. ഓ, ഇതിന്റെ പേരെന്തുവാ? കുഞ്ഞു കണ്ടായിരുന്നോ അണ്ണാൻ തിന്നുന്നേ? എങ്ങനാ തിന്നുന്നേ? തിന്നോ? അയ്യോ, വാ നടക്കാം. എവിടെ പോവാ? ഹെലികോപ്റ്റർ എവിടെ പോവാ? ഹെലികോപ്റ്റർ കയറാൻ ഇഷ്ടമാണ്. ഹെലികോപ്റ്റർ കയറാൻ പേടിയുണ്ടോ? ഉണ്ടോ അല്ലേ?
ഹായ് പറ, ഹായ് പറ, ഇവിടെ ഇവിടെ ഹായ് പറ. മരവേ ഭയങ്കര കാടായിരുന്നല്ലോ, അതങ്ങ് മുറിച്ചു. പോവാം, ബാ. അത് മുറിച്ചു കളഞ്ഞ, അതുകൊണ്ടാ, കാടായിരുന്നത്. ഇതെല്ലാം മുറിച്ചു കളഞ്ഞതുകൊണ്ട്. കാട് പോലെ ഭയങ്കര വലിയ മരമായില്ലേ, അതുകൊണ്ട് മുറിച്ചു കളഞ്ഞു. കുഴപ്പമുണ്ടോ? പിന്നെ ഇരുന്നാലോ, കുറച്ചു നേരം ഇവിടെ ഇരുന്നാലോ? ഇരിക്കാം, എന്നാ ഇവിടെ ഇരുന്നു. എന്തത്? ഡക്കോ? ആ, വേണ്ട വേണ്ട, അങ്ങോട്ട് വേണ്ട, ഇവിടെ ഒന്ന് കണ്ടാ മതി. ആ ഹാ ഹാ, എന്തോ ഇത് ഗ്രിഞ്ച്. എന്തിന്? ഗ്രിഞ്ച് ഒന്നും ചെയ്തില്ല. ആ ശരിയാ, നമ്മളന്ന് ഗ്രിഞ്ചിനെ കണ്ട് ഫോട്ടോ എടുത്തല്ലേ. അയ്യോ, ബോബോ അല്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്ത വ്ളോഗിൽ കാണാമേ. താങ്ക് യു. ഇന്ത്യയിലെ ലാസ്റ്റ് ഗ്രാമം എന്നൊക്കെ പറയല്ലേ.